ഈ എംപിയോട് വിരോധമുള്ളവർ ഇവിടെ ഉണ്ടാവും. കോൺഗ്രസിൽ അവരും മൂക്കും കഴുത്തും ഒക്കെ നോക്കി കണ്ണു നോക്കി കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും പോലീസിന്റെ മേലെയും ഞങ്ങളുടെ മേലെയും കെട്ടിവെക്കണ്ട. അതുകൊണ്ട് ആ കാര്യം നല്ലതുപോലെ മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ അധപ്പതനം എവിടം വരെ എത്തി? കോൺഗ്രസ് പാർട്ടിയുടെ അധപ്പതനം? എന്തിനാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പുറത്താക്കിയത്? പുറത്താക്കിയില്ലേ? വി.ഡി. സതീശൻ അവനെ നിയമസഭയിൽ കയറ്റുമെന്ന് പറഞ്ഞില്ലേ? എന്തിനാ പുറത്താക്കിയത്? എന്തിനാ നിയമസഭയിൽ കയറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്? ഗർഭചിത്ര കേസ്, സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസ്, ആ നേതാവിനെയും കൊണ്ടാണ് നടക്കുന്നത്. ഈ കോൺഗ്രസ് എവിടെ എത്തി? നിങ്ങൾ എവിടെ എത്തിയെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? ഈ അധപ്പതനത്തിലല്ലേ ഉള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വൃത്തികെട്ടവരെ ചുമക്കുക, ഏത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുക, അവരെ തലയിലേക്ക് നേതാവ്. യൂത്ത് കോൺഗ്രസ് സുഹൃത്തുക്കളെ, നിങ്ങൾ കുറച്ച് ആത്മാഭിമാനമുള്ളവരല്ലേ? നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ വൃത്തികെട്ട നിലപാടിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പൊ സ്വീകരണം കൊടുക്കുകയാണ്. പാലക്കാട് ഗംഭീര സ്വീകരണം. ഇതാ കോൺഗ്രസ് പാർട്ടി എന്ന് ബഹുജനങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു പതിപ്പാണ് ഇവിടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അതിക്രമങ്ങൾക്കെതിരായും ജനകീയ ശക്തി സമാഹരിക്കുക. ഇടതുപക്ഷ ഗവൺമെന്റ് കൂടുതൽ ശക്തി പ്രാപിക്കണം. ഇനി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട്. അവയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ആ ഗവൺമെന്റിനെ തകർക്കാൻ നടക്കുന്ന രണ്ട് നീക്കങ്ങൾ ഒരു ഭാഗമാണ്. ഒന്ന്, മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ നടത്തുക. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്താ വിരോധം? ഈ കേരളത്തിന്റെ വളർച്ചയിൽ, ഈ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ, ഒരു വികസന കേരളം വളർത്തിയെടുക്കുന്നതിൽ നേതൃത്വപരമായ കഴിവും ശക്തിയുമുള്ള, ആർജവമുള്ള, നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ നടത്താൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ നിങ്ങൾ നാഷണൽ ഹൈവേ 66 കേരളം മുഴുവൻ അതിന്റെ വികസന മേഖലയല്ലേ? ഈ നാട് മുഴുവൻ ഇന്ന് വികസനത്തിലല്ലേ? 65,000 കോടി രൂപയാണ് ആ വികസനത്തിലൂടെ കേരളത്തിൽ മുഴുവൻ വിന്യസിക്കുന്നത്. നമ്മുടെ ഈ പേരാമ്പ്രയിലൊക്കെ നടക്കുന്ന വ്യാപാരം അതിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ, പുതിയ റോഡുകൾ, പാലങ്ങളൊക്കെ എത്രമാത്രം മെച്ചം വന്നു. ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്. അത് മുഴുവൻ നമ്മുടെ നാട്ടിൽ വിന്യസിക്കുകയാണ്. ഇത് ജനങ്ങളുടെ കൈവശം എത്തുകയാണ്. 65 ലക്ഷം ആളുകൾക്ക് മാസം പ്രതി 1,600 രൂപ പെൻഷൻ